يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ويوم يعرض الذين كفروا على النار يذهبتم طيباتكم في حياتكم الدنيا واستمتعتم بها فاليوم تجزون عذاب الهون بما كنتم تستكبرون في الأرض بغير الحق وبما كنتم تفسقون. اتقوا الله عباد الله. പടച്ചറബിന്റെ വിധിവിലക്ക് ശ്രദ്ധിച്ച് തഖ്വയോടുകൂടി ജീവിക്കണേ എന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്നു. പ്രത്യേകമായി വസിയ്യത്ത് ചെയ്യുന്നു. അള്ളാഹു നമ്മുടെ സ്വാലിഹായ ആഗ്രഹങ്ങൾ നിറവേറ്റി തരുമാറാകട്ടെ. എല്ലാവിധ രോഗങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും റബ്ബ് നമുക്ക് ശമനം നൽകുമാറാകട്ടെ. ചൂടിൻ്റെ കാഠിന്യം, അതേപോലെയുള്ള പ്രയാസങ്ങൾ അള്ളാഹു നമുക്ക് ലഘൂകരിച്ച് തരുമാറാകട്ടെ. അതുകൊണ്ടുണ്ടാകാവുന്ന അപകടങ്ങളിൽ നിന്ന്, ആകസ്മികമായ തീപിടുത്തവും അതേപോലെയുള്ള സംഭവങ്ങളിൽ നിന്നൊക്കെ അള്ളാഹു നമ്മെയും നമ്മുടെ സഹോദരങ്ങളെയും എല്ലാവരെയും രക്ഷപ്പെടുത്തുമാറാകട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിലായി നമ്മൾ സംസാരിച്ചു വരുന്നത് വൈവാഹിക ജീവിതത്തിൻ്റെ നമ്മൾ മനസ്സിലാക്കേണ്ട ചില പ്രധാനപ്പെട്ട ഭാഗങ്ങൾ, അതിൻ്റെ ചടങ്ങുകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളായിരുന്നു. കുടുംബ ജീവിതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലേക്ക് നമ്മൾ പ്രവേശിച്ചിട്ടില്ല. വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരാൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെ സംബന്ധിച്ച്, നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട ചില ഘടകങ്ങളെ സംബന്ധിച്ച്, വിവാഹത്തിന്റെ, നിക്കാഹിന്റെ ആ ചടങ്ങുകളുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളാണ് നമ്മൾ സംസാരിച്ച് പോകുന്നത്. ആ വിഷയം അവസാനിപ്പിക്കുമ്പോൾ നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യം, സാധാരണ കല്യാണം, വിവാഹം എന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് ഏതൊരാളുടെയും മനസ്സിൽ ഓടിയെത്തുന്ന കാര്യം ആ കല്യാണത്തിൽ നടത്തപ്പെടുന്ന സദ്യയാണ്, സൽക്കാരമാണ്, വിരുന്നാണ്, അതിലുണ്ടാക്കുന്ന ഭക്ഷണമാണ്, അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. അതിനാണ് 99% ആ വിവാഹ സൽക്കാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ് വിവാഹത്തിന്റെ ആ ഒരുക്കങ്ങളിൽ 99% സമയവും സമ്പത്തും അധ്വാനവും ഒക്കെ ചെലവഴിക്കുന്നത് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ആ ഭാഗവും ഒന്ന് നമ്മൾ പരാമർശിച്ചു പോകുന്നത് നന്നാകും എന്ന് കരുതുകയാണ്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അന്ന അബ്ദുറഹ്മാൻ ബിൻ ഔഫ് ജാഅ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വബിഹി അസറു സുഫ്രത്തിൻ. നമ്മൾക്കറിയാം, അബ്ദുറഹ്മാൻ ബിൻ ഔഫ് വലിയൊരു പണക്കാരനാണ്. നമ്മൾ ഇന്നത്തെ അംബാനിയൊക്കെ പറയുന്നത് പോലെയുള്ള വലിയ പണക്കാരനാണ്. അദ്ദേഹം മദീനയിലേക്ക് വന്നപ്പോൾ അവിടെ മറ്റൊരു സുഹൃത്തിന്റെ സഹചാരിയായി ജീവിച്ചു കൊള്ളാൻ വേണ്ടിയിട്ട് ഒരു അൻസാരിയെ ഏർപ്പാടാക്കി കൊടുത്തപ്പോൾ അത് വേണ്ട, എനിക്ക് ഇവിടുത്തെ അങ്ങാടി കാണിച്ചു തന്നാൽ മതി, ഞാൻ കച്ചവടം ചെയ്ത് ജീവിച്ചോളാം എന്ന് പറഞ്ഞ വലിയ പ്രഗത്ഭനായ ഒരു മനുഷ്യനാണ്. അദ്ദേഹം ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലേക്ക് കയറി വരികയാണ്. അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ചില പാടുകളുണ്ട്. അത് ഭക്ഷണം കഴിച്ചതിൻ്റെ ആകാം, അല്ലെങ്കിൽ അദ്ദേഹം അത്തറ് പുരട്ടിയതിൻ്റെ ആകാം. വലഹു ബിഹി അസറു സുഫ്രത്തിൻ, ഒരു മഞ്ഞ പാട് ശരീരത്തിൽ കണ്ടപ്പോൾ എന്താന്ന് ചോദിച്ചപ്പോൾ ഫസഅലഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅഖ്ബറഹു അന്നഹു തസവ്വജ ഇംറഅതൻ മിനൽ അൻസാർ. ഞാനിവിടെ വന്ന് ഒരു അൻസാരി വനിതയെ വിവാഹം ചെയ്തിട്ടുണ്ട് എന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു. അപ്പൊ റസൂൽ അത് അറിഞ്ഞില്ല. അങ്ങനെ ഒരു കല്യാണം നടന്ന, പ്രഗത്ഭനായ ഒരു വ്യക്തിയുടെ കല്യാണം നടന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞില്ല. അപ്പൊ റസൂൽ അദ്ദേഹത്തോട് ചോദിച്ചു, കം സുഖ്ത ഇലൈഹ, എത്രയാ അവൾക്ക് മഹർ കൊടുത്തത്? ഖാല സിനത നവാതി മിൻ ദഹബിൻ, ഈ ഈത്തപ്പനയുടെ കുരുവിന്റെ നടുക്കുള്ള ഒരു പാടുണ്ടല്ലോ, പുറത്തുള്ള ഒന്നായിട്ടുള്ള ആ പാടക്ക് ഖുർആനിൽ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അതിന്റെ ഈത്തക്കുരുവിന്റെ കുരുവിന്റെ നടുവിലുള്ള ഒരു ചെറിയ പൊട്ടുണ്ടല്ലോ, അത് വേറൊരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ആ ഈത്തക്കുരുവിന്റെ നടുവിലൂടെ ഉള്ള ഒരു ചെറിയ ഒരു നാര് പോലെയുള്ള ഒരു സാധനം ഉണ്ടല്ലോ,
അതിനാണ് നുവാത്ത് എന്ന് പറയുന്നത്. അത്രയാണ് കൊടുത്തത്. എത്രയും ചെറിയൊരു ഭാഗമാണ് കൊടുത്തിട്ടുള്ളത്. ഖുർആൻ പറഞ്ഞ ഈ 3 കാര്യത്തെ പറ്റിയും ഖുർആൻ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അത് വേറെ സന്ദർഭങ്ങളിലായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏതായിരുന്നാലും അത്തരം ഒരു ചെറിയ സംഗതിയാണ് ഞാൻ ദഹബിൻ, സ്വർണത്തിന്റെ ചെറിയൊരു സാധനം, ചെറിയൊരു തൂക്കം ഞാൻ അവർക്ക് മഹർ കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു. ഖാല ഓക്കെ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഔലിം വലോ ബിശാത്തിൻ, നീ വലീമത്ത് നടത്തണം, അതൊരു ആടിനെ അറുത്തിട്ടാണെങ്കിലും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു. അതുപ്രകാരം വലീമത്ത് നടത്തുക എന്നുള്ളത് വിവാഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള പ്രധാനപ്പെട്ട ഒരു സുന്നത്തായിട്ട് തന്നെ ആണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ അദ്ദേഹത്തോട് ഒരാടിനെ അറുത്ത് വിവാഹ സദ്യ കൊടുക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലും ഒരുപാട് വിവാഹങ്ങൾ കടന്നു പോകുന്നുണ്ടല്ലോ. ആ വിവാഹങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ സദ്യ ഏതായിരുന്നു എന്ന് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത അനസ് റളിയല്ലാഹു അൻഹു തന്നെ പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൈനബ റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്ത സന്ദർഭത്തിൽ നൽകിയത് പോലെയുള്ള മറ്റൊരു സ്ത്രീയെ പോലെയുള്ള വിവാഹ സദ്യ മറ്റേതെങ്കിലും ഒരു സ്ത്രീയെ വിവാഹം ചെയ്ത സന്ദർഭത്തിൽ നൽകിയിട്ടില്ല. അന്ന് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു നൽകിയതുപോലെ ഒരാടിനെ അറുത്തായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹ സദ്യ നൽകിയിട്ടുണ്ടായിരുന്നത് എന്നാണ്. ഇതെന്ന് പറയുന്നത് വിവാഹം പരസ്യമാക്കപ്പെടുന്നു, ആളുകൾ എല്ലാവരെയും ആ ഒരു മുഹൂർത്തത്തിലേക്ക് ക്ഷണിക്കുകയും ആ ബന്ധങ്ങൾ കൂട്ടി ഇണക്കാൻ സാധ്യമാവുകയും ഒക്കെ ചെയ്യുന്ന വളരെ മഹനീയമായ ഒരു സന്ദർഭമാണ്. അതിലേറെ വലിയൊരു അനുഗ്രഹം എന്ന് പറയുന്നത് പാവങ്ങളായ ആളുകൾക്ക് ഉള്ള ഒരു അവസരം കൂടിയാണ്. അവർക്ക് സുഭിക്ഷമായി ഭക്ഷണം കഴിക്കാൻ, അല്ലെങ്കിൽ ഭേദപ്പെട്ട മെച്ചപ്പെട്ട ഭക്ഷണം കഴിക്കാൻ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകളുമായി ഒക്കെ ഇടപഴകാനൊക്കെ ഉള്ള അവസരങ്ങൾ ഈ വിവാഹ സദ്യയിലൂടെ ഉണ്ടായിത്തീരുന്നു എന്നത് വലിയൊരു കാര്യമാണ്. പാവങ്ങളായ ആളുകൾക്ക് എല്ലാതരം ആളുകളുമായി ബന്ധപ്പെടാൻ സാധിക്കുന്നു, അവർക്ക് സുഭിക്ഷമായി ഭക്ഷണം കഴിക്കാൻ സാധിക്കുന്നു, ഭേദപ്പെട്ട ഭക്ഷണം കഴിക്കാൻ സാധിക്കുന്നു എന്നതൊക്കെ വലിയൊരു കാര്യമാണ് എന്നാ സൂചിപ്പിച്ചത്. തീർച്ചയായിട്ടും അങ്ങനെയാണല്ലോ. അങ്ങനെ അല്ലാതെയാകുമ്പോ ആ വിവാഹ സദ്യയെ സംബന്ധിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഓർമ്മപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. നമുക്ക് പറ്റാവുന്ന ഒരു ലെവലിലുള്ള ആളുകൾ മാത്രമാണ് ആ ഒരു വിവാഹ ചടങ്ങിൽ സംബന്ധിക്കുന്നതെങ്കിൽ, എന്റെ മകന്റെ, എന്റെ മകളുടെ, നമ്മുടെ ബന്ധപ്പെട്ട നമ്മൾ നടത്തുന്ന ആ വിവാഹം എന്ന് പറയുന്നത് ഇതൊരു പരസ്യമാണ്. ഇങ്ങനെ ഒരു ബന്ധം ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് ആളുകളോട് പറയുകയും ആ ഒരു സന്തോഷ നിമിഷത്തിൽ അവരുടെയൊക്കെ അനുഗ്രഹവും പ്രാർത്ഥനയും ബറക്കല്ലാഹു ലക്കുമാ വബാറക അലൈക്കുമാ വജമഅ ബൈനക്കുമാ ഫീ ഖൈറിൻ വആഫിയ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള അവരുടെ ഒരു പ്രാർത്ഥന, ബർക്കത്തിന്റെ ഒരു പ്രാർത്ഥന അവരിൽ നിന്ന് ഉണ്ടാകുന്നതിന് വേണ്ടിയൊക്കെ ഉള്ള അവസരങ്ങളാണ് ഈ വിവാഹ സദ്യ അഥവാ വലീമത്ത് എന്ന് പറയുന്ന കാര്യം എന്ന് നമുക്കറിയാം. എന്നാൽ ഒരു ചെറിയ നിർദ്ദേശം ഇവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിട്ടുണ്ട്. ചെറിയതല്ല, വലിയ തന്നെ. എന്താ അത്? അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു ഖാൽ അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു അന്നഹു കാന യഖൂൽ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ടായിരുന്നു, ശർറു തആമി തആമുൽ വലീമ യുദ്ആ ലഹൽ അഗ്നിയാ വയുത്രകുൽ ഫുഖറാ വമൻ തറക ദഅവത ഫഖദ് അസല്ലാഹ വറസൂലഹു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും നല്ല വലീമത്ത് ഈ ആളുകളെ മുഴുവനും പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തുന്ന വലീമത്താണല്ലോ. എന്നാൽ ആ വലീമത്തിൽ ഏറ്റവും മോശമായ വലീമത്ത് എന്ന് പറയുന്നത് പാവങ്ങളായ ആളുകളെ മാറ്റി നിർത്തിക്കൊണ്ട് നടത്തുന്ന സദ്യയാണ്. യഥാർത്ഥത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് അവർക്കാണല്ലോ ഇതിനേറെ പൂതിയുണ്ടാവുക. ഈ മെച്ചപ്പെട്ട ഭേദപ്പെട്ട ഈ ഭക്ഷണം കഴിക്കാൻ ഒരുപക്ഷെ ആഗ്രഹിക്കുന്ന ആളുകളാണ് അവരായിരിക്കല്ലോ. പ്രത്യേകിച്ച് രോഗങ്ങളൊന്നും ഉണ്ടാവില്ല, പ്രയാസങ്ങളൊന്നും ഉണ്ടാവില്ല, ഭക്ഷണം കഴിക്കുന്നതിന് ഒരു തടസ്സം ഉണ്ടാവില്ല. എന്നാൽ ഭക്ഷണം വേണ്ടാത്ത, കഴിക്കാൻ സാധ്യമല്ലാത്ത, അതിനൊരുപാട് തടസ്സങ്ങളുള്ള, എന്നാൽ സമൂഹത്തിലെ ഭേദപ്പെട്ടവർ എന്ന് പറയുന്ന ആ ആളുകളെ മാത്രം വിളിച്ച് നടത്തുന്ന ആ സദ്യയെ ശർറുത്ത് ആം, ആ വലീമത്ത് നടത്തുന്ന ആ സദ്യ എന്ന് പറയുന്നത് ഭക്ഷണങ്ങളുടെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ട ഭക്ഷണമാണ് അവിടെ വിളമ്പിയത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ പാവങ്ങളെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു സദ്യയും അതേപോലെയുള്ള ഒരു വലീമത്തും സൽക്കാരവും ഒക്കെ നടത്തുന്നത് അത് ശരിയല്ലാത്ത ഏർപ്പാടാണ് എന്ന് റസൂലുള്ളാഹി ഇവിടെ പഠിപ്പിക്കുക. അപ്പൊ അതേപോലെയാണ്
ഭക്ഷണത്തിന്റെ കാര്യത്തിൽ, സൽക്കാരത്തിന്റെ കാര്യത്തിലൊക്കെ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ആകാമെന്ന്, അത് എത്ര ദിവസവും നീണ്ടു നിൽക്കാമെന്ന്, അതിനുള്ള സൗകര്യം ഉണ്ട് എനിക്ക്, അതനുസരിച്ച് ആ ഒരു ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ചൊക്കെ ആകാമെന്നൊക്കെ ആളുകൾക്ക് ചിന്തിക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷെ ചെയ്യുന്ന ആളുകളും അങ്ങനെയൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകളും ആലോചിക്കേണ്ട ചില വിഷയങ്ങളും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാതെ പോയിട്ടില്ല വിവാഹത്തിന്റെ വിഷയത്തിൽ. അതെന്താ? തആമു അവ്വലി യൗമിൻ ഹഖ്ഖുൻ. ഈ ഹദീസ് ലഈഫാണോ, എന്തെങ്കിലും ദുർബലതയുണ്ടോ, പോരായ്മയുണ്ടോ എന്ന് ഒരുപാട് വട്ടം പരിശോധിച്ചു. ഇല്ല. ഈ ഹദീസിനെ, പറയാൻ പോകുന്ന ഹദീസിനെ ഇമാം അൽബാനിയും അതേപോലെയുള്ള ഷെയ്ഖുമാരും ഒക്കെ സ്വഹീഹാണ്, ദുർബലതയില്ല, അംഗീകരിക്കാൻ പറ്റുന്ന ഹദീസാണ് എന്ന് തന്നെയാണ് ബൈഹഖി റിപ്പോർട്ട് ചെയ്ത ഈ ഹദീസിനെ സംബന്ധിച്ച് വിശദീകരിക്കുന്നത്. എന്താ അത്? തആമു അവ്വലി യൗമിൻ ഹഖ്ഖുൻ. നമുക്ക് സ്വീകരിക്കാം, സ്വീകരിക്കാതിരിക്കാം, തള്ളാം, നമുക്ക് എന്ത് വേണമെങ്കിലും ആകാം, അത് നമ്മുടെ ഇഷ്ടം. പക്ഷെ ഇത് നമ്മൾ കേൾക്കണം. എന്താ കേൾക്കേണ്ടത്? തആമു അവ്വലി യൗമിൻ ഹഖ്ഖുൻ. വിവാഹത്തെ സംബന്ധിച്ച് റസൂൽ വിശദീകരിക്കുമ്പോ ഒന്നാമത്തെ ദിവസം ആ ഭക്ഷണം ഉണ്ടാക്കുന്നതും കഴിക്കുന്നതും സദ്യ ഒരുക്കുന്നതും വലീമത്ത് എന്ന പേരിൽ നടത്തപ്പെടുന്നതും ഒക്കെയാണ് ഹഖ്ഖുൻ, അവകാശമാണ്, അർഹതപ്പെട്ടതാ, അത് ചെയ്യേണ്ടതാണ്. ചെയ്തില്ലേ എന്നാണ് റസൂൽ ചോദിച്ചത്. അങ്ങനെ റസൂൽ അത് ചെയ്ത് കാണിക്കുകയും ചെയ്തു റസൂലിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ. എന്നിട്ട് ഇവിടെ പറഞ്ഞു, അങ്ങനെയാകുമ്പോ ഒന്നാമത്തെ ദിവസത്തിൽ ഇത് ഹക്കാണ്, ഒരു ദിവസത്തെ കല്യാണം എന്ന് പറയുന്നത് ഹക്കാണ്. എന്നാ തലേന്നും പിറ്റേന്നും അതിനോടനുബന്ധിച്ച് കുറെ ദിവസങ്ങളിലൊക്കെ ഉള്ളതിനെ സംബന്ധിച്ച് ഇപ്പോ സംശയം തോന്നിയിട്ടുണ്ടാകും. അങ്ങനെയാണെങ്കിൽ അതിന്റെ മറുപടി സുന്നത്തുൻ, രണ്ടാമത്തെ ദിവസവും സുന്നത്ത് എന്ന് നിങ്ങൾ അതിനെ പറഞ്ഞോളൂ. അതും ആകാവുന്നതാണ്, ഐച്ഛികമായി അനുഷ്ഠിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്, കുഴപ്പമില്ല, രണ്ടാമത്തെ ദിവസം ആയിക്കോട്ടെ. അതങ്ങനെ നീണ്ടുപോയി ഒന്നാമത്തെ ദിവസത്തിൽ ഹക്ക് എന്നുള്ള നിലക്ക്, തന്റെ അവകാശം എന്നുള്ള നിലക്ക് വിവാഹ സദ്യ ഒരുക്കി, ആളുകളെ വിളിച്ചു, ഒരുപാട് സംഗതികൾ അവിടെ നടന്നു. ഈ വിവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ഓരോരുത്തരുടെയും അതുമായി ബന്ധപ്പെട്ട 99% സമയവും സമ്പത്തും സൗകര്യവും എല്ലാം വിനിയോഗിച്ചത് ഈ ഒരു സദ്യ ഒരുക്കുന്നതിനാണ്, ഈ സംഗതി ഉണ്ടാക്കുന്നതിനാണ്. അങ്ങനെയൊക്കെ ചെയ്തു. അത് ശരിയാ, ആകേണ്ടതാണ്. ഒന്നാമത്തെ ദിവസം ആകേണ്ടതാ. രണ്ടാമത്തെ ദിവസം സുന്നത്തുൻ എന്ന് പറഞ്ഞാൽ ഐച്ഛികമാണ്, അത് തിരഞ്ഞെടുക്കാം, കുഴപ്പമില്ല, കുറ്റക്കാരനല്ല എന്നാണ് അവിടെ പഠിപ്പിച്ചത്. എന്നാൽ മൂന്നാമത്തെ ദിവസവും ഇതിന്റെ പേരിൽ വെച്ച് വിളമ്പുന്നതും അവിടെ ഈ കല്യാണത്തിന്റെ പേരിലുള്ള വേറെ വാക്കുകൾ ഉപയോഗിക്കാം, അത് മൂന്നാമത്തെ ദിവസവും നടക്കുന്നത്, അത് സംബന്ധമായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് സുംഅത്തുൻ, അത് അവന്റെ ആ പെരുമണ്ടല്ലോ, അവൻ വലിയ ആളാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന സംഗതിയാ, ആളുകളെ കേൾപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതാ. വമൻ സമ്മഅ അല്ലാഹു ബിഹി, അല്ലാഹുവിനെ കേൾപ്പിക്കാൻ, ആളെ കേൾപ്പിക്കാൻ വേണ്ടി നടത്തുന്ന ഈ വിഷയം അല്ലാഹുണ്ടോ ശ്രദ്ധിക്കാൻ പോകുന്നു, കേൾക്കാൻ പോകുന്നു, അവന് പരിഗണന കൊടുക്കാൻ പോകുന്നു. അങ്ങനെയാണ് ഇതിനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ചത്. ഇത് ഞാൻ പറഞ്ഞു, സ്വഹീഹായ ഹദീസ. നമുക്ക് നമ്മുടെ തീരുമാനങ്ങൾ നമുക്ക് എടുക്കാം, എങ്ങനെയാകണമെന്ന്, എന്താകണമെന്ന് നമുക്ക് തീരുമാനങ്ങൾ എടുക്കാം എന്നാ ചോദിച്ചത്, എന്നാണ് പറയുന്നത്. ഒരു സംഭവം കൂടെ പറഞ്ഞുകൊണ്ട് ആ ഭാഗം അവസാനിപ്പിക്കാം. റവാ ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു ഖാല, ജാബിർ റളിയല്ലാഹു അൻഹു പറയാ, ഒരിക്കൽ റഅ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ലഹമൻ മുഅല്ലഖൻ ഫീ യദി. ഞാനിങ്ങനെ നടന്നു പോകുമ്പോ എന്റെ കയ്യിൽ തൂക്കിപ്പിടിച്ച സഞ്ചിയില് കുറച്ച് ഇറച്ചിയുണ്ട്, ലഹമുണ്ട്. ഫഖാല മാ ഹാദാ യാ ജാബിർ, ഇതെന്താ ജാബിറെ കീസില്, ഇതെന്താ താങ്കൾ കൊണ്ടുപോകുന്നത്? ഫഖുൽതു ഇസ്തഹൈതു ലഹ്മൻ ഫസ്തറൈതുഹു. ഞാനിങ്ങനെ വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോ എനിക്ക് വല്ലാത്തൊരു പൂതി,
കുറച്ച് ഇറച്ചി തിന്നണമെന്ന്. നമുക്കങ്ങനെ തോന്നാലോ, പല തോന്നിച്ചകളുണ്ടാകാലോ. അങ്ങനെ ആ തോന്നിച്ച വന്നപ്പോ, ആ ഒരു ആഗ്രഹം വന്നപ്പോ ഞാൻ ഒന്നും നോക്കിയില്ല, പൈസ കൊണ്ട് നോക്കിയില്ല, ഞാൻ ചെന്ന് ആ ഇറച്ചി വാങ്ങി തിരിച്ചു വരികയാണ്. റസൂല് ഉമർ റളിയല്ലാഹുവിനോട് അദ്ദേഹം പറയാ. ഉമർ റളിയല്ലാഹുവിന്റെ ചോദ്യത്തിന് മറുപടി അദ്ദേഹം അങ്ങനെയാ പറഞ്ഞത്. ഫഖാല, അപ്പൊ ഉമർ റളിയല്ലാഹു തിരിച്ചു ചോദിച്ചു, ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് മുഴുവനും, ജീവിതത്തിൽ പൂതി വെക്കുന്നത് മുഴുവനും, ജീവിതത്തിൽ ഇച്ഛിക്കുന്നത് മുഴുവനും ആ സമയത്ത് തന്നെ സമ്പാദിക്കുവാനും നേടുവാനും നിങ്ങൾ സമയം കണ്ടെത്തുക. ജീവിതത്തിലെ ആഗ്രഹങ്ങൾ മുഴുവനും ഈ ജീവിതത്തിൽ തന്നെ നിറവേറ്റപ്പെടണമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് ഉമർ റളിയല്ലാഹു അൻഹു തിരിച്ചു ചോദിച്ചു എന്നാണ്. കഴിഞ്ഞില്ല. എന്നിട്ട് അദ്ദേഹം ഒരായത്തും കൂടെ ഓതിക്കൽപ്പിച്ചു. സൂറത്തുൽ അഹ്ഖാഫിലെ 20-ാം വചനം അതാണ് തുടക്കത്തിൽ ഓതിക്കൽപ്പിച്ചത്. എന്താ അത്? വയൗമ യുഅറദുൽ ലദീന കഫറു അലന്നാർ, അവിശ്വാസികളായ ആളുകളെ നരകത്തിന്റെ തൊട്ടടുത്തേക്ക് കൊണ്ടുവന്ന് നിർത്തിയിട്ട് അവിടെ അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അദ്ഹബതും തയ്യിബാതികും ഫീ ഹയാതികുമുദ് ദുനിയാ വസ്തംതഅതും ബിഹാ, നിങ്ങളുടെ ഐഹിക ജീവിതത്തിലെ തൊയ്യിബാത്തുകളൊക്കെ, നല്ലത് എന്ന് നിങ്ങൾ കരുതിയ എല്ലാ കാര്യങ്ങളും ഐഹിക ജീവിതത്തിൽ വെച്ച് നിങ്ങൾ അനുഭവിച്ച് തീർന്നു പോയല്ലോ. അനുഭവിച്ചിട്ടില്ലേ? നല്ലത് എന്ന് തോന്നിയ, സുഖമെന്ന് തോന്നുന്ന, സന്തോഷമെന്ന് തോന്നുന്ന, ജീവിതത്തിൽ നിങ്ങൾക്ക് ലഭിക്കാവുന്ന എന്തെന്ത് കാര്യങ്ങളുണ്ടെങ്കിലും അത് ഓരോന്നോരോന്നായി നിങ്ങൾ വാങ്ങി തീർത്തില്ലേ? ഉപയോഗിച്ച് തീർത്തില്ലേ? ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടോ? നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ ആലോചിച്ച് നോക്കുക. എന്തെങ്കിലും ഇനി എവിടെയാണ് ഏറ്റവും കൂടുതൽ സ്വാദിഷ്ടമായ ഭക്ഷണം എന്ന് അന്വേഷിച്ച് ഓരോ ആഴ്ചയിലും മാറി മാറിപ്പോകുന്ന, ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകുന്ന, ഓരോ നമ്മുടെ വീട്ടിൽ നിരന്തരം ഒരു യാതൊരു നിർലോഭമായി ഭക്ഷണ സാധനങ്ങൾ ഉണ്ടായിട്ടും വീണ്ടും അതാണ് ടേസ്റ്റ്, അതാണ് സ്വാദ് എന്ന് മനസ്സിലാക്കി അങ്ങനെ വാങ്ങിക്കൂട്ടുന്ന പ്രകൃതക്കാരായ മനുഷ്യരോടാണ് ജീവിതത്തിലെല്ലാം നിങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞില്ലേ? ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടോ? കഴിഞ്ഞില്ല. ഖുർആനാ പറയുന്നത്, അല്ലാഹുവാ പറയുന്നത്, വസ്തംതഅതും ബിഹാ, അതുകൊണ്ടൊക്കെ എന്തൊക്കെ സുഖമെടുക്കാമായിരുന്നോ ആ സുഖമൊക്കെ നിങ്ങൾ അനുഭവിക്കുകയും ചെയ്തിരിക്കുന്നു. വസ്തംതഅതും ബിഹാ, ആ ഓരോ സംഗതി കൊണ്ടും, ആ ഓരോ വസ്തുത കൊണ്ടും എന്തൊക്കെ സുഖമാണോ കിട്ടേണ്ടത് ആ സുഖം നിങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞിരിക്കുന്നുവല്ലോ എന്ന് അവരോട് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്നിട്ട് അവരോട് പറയുന്നു, ഫൽയൗമ തുജ്സൗന അദാബൽ ഹൂൻ ബിമാ കുൻതും തസ്തക്ബിറൂന ഫിൽ അർളി ബിഗൈരിൽ ഹഖ് വബിമാ കുൻതും തഫ്സുഖൂൻ. ഒരു അർഹതയില്ലാതെ, ഒരു അവകാശമില്ലാതെ ഭൂമിയിൽ നിങ്ങൾ അഹങ്കരിച്ച് നടന്നതിന്റെ ഫലമായി, അതേപോലെ ഭൂമിയിൽ ഒരുപാട് ഫിസ്ക്, ഒരുപാട് ദുർനടപ്പുകൾ, തോന്നിയാസങ്ങൾ, നിങ്ങൾക്ക് ശേഷം വരുന്ന ഒരുപാട് പാവപ്പെട്ട മനുഷ്യരുണ്ട്. നിങ്ങളുടെ ആചാരങ്ങൾ കണ്ട്, നിങ്ങളുടെ അനുഷ്ഠാനങ്ങൾ കണ്ട്, നിങ്ങൾ നടത്തിയ കല്യാണങ്ങൾ കണ്ട്, നിങ്ങൾ ഉണ്ടാക്കിയ മറ്റു സൗകര്യങ്ങൾ കണ്ട് അത് പിന്നീട് ആചരിക്കാൻ സാധിക്കാതെ, അങ്ങനെ ഒരു സദ്യ നടത്താൻ സാധിക്കാതെ അതിന്റെ പേരിൽ പ്രയാസപ്പെടുന്ന എത്ര ആളുകളുണ്ട്. അതിനൊക്കെ ഉള്ള ആ ഒരു കുറ്റം പേറിക്കൊണ്ട് സമൂഹത്തിൽ ഒരുപാട് ദുർനടപ്പുകൾ നടത്തിയ ആളുകളല്ലേ നിങ്ങൾ എന്നവരോട് ചോദിക്കുമെന്നാണ് അള്ളാഹു ഇവിടെ പഠിപ്പിക്കുന്നത്. ഇത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മേഖല കൂടിയാണ്. നമ്മൾ തന്നെയാണ് തീരുമാനം എടുക്കേണ്ടത്. എങ്ങനെയൊക്കെ ഈ കാര്യം നമുക്ക് ഭംഗിയായി ചെയ്യാൻ സാധിക്കും എന്നതിനെ സംബന്ധിച്ച് ആലോചിക്കേണ്ടതുണ്ട് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തുക. അവസാനിപ്പിക്കുമ്പോ, ഖൈറുൻ നിക്കാഹ്, ഏറ്റവും നല്ല നിക്കാഹ് എന്ന് പറയുന്നത് ഐസറുഹു, ഏറ്റവും യുസ്റായിട്ട്, ഏറ്റവും സിമ്പിളായിട്ട്, ലളിതമായിട്ട് എങ്ങനെ നടത്താൻ സാധിക്കും എന്നാലോചിച്ച് നടത്തുന്ന ഒരു നിക്കാഹാണ്. അതാണ് നമ്മളെ ഈ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട കാര്യം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ നമ്മുടെ പല സഹോദരങ്ങളും കർണാടകയിലെ ആ മണ്ണിനടിയിൽ, ഇപ്പോഴും മണ്ണിനടിയിലോ വെള്ളത്തിനടിയിലോ എവിടെയാണെന്നറിയില്ല, കുടുങ്ങിക്കിടക്കുകയാണ്. അവരുടെയൊക്കെ
രക്ഷക്കും സമാധാനത്തിനും അവരുടെ കുടുംബങ്ങളുടെ സമാധാനത്തിനും വേണ്ടി നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അള്ളാഹു ഏതൊരവസ്ഥയിലാണെങ്കിലും ഒരു മരിച്ച ആ അവസ്ഥയിൽ അതിനെ കിട്ടാനുള്ള ഒരു അവസരം അള്ളാഹു നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ നമ്മൾ ഓർക്കേണ്ടത് ഖുർആനിലെ സൂറത്തുൽ ലുഖ്മാനിലെ ചെറിയൊരു ആയത്തിന്റെ ശകലമാണ്. വമാ തദ്രി നഫ്സുൻ ബിഅയ്യി അർളിൻ തമൂത്ത്. എവിടെ വെച്ചാ മരിക്കാന്ന് ഒരാൾക്കും പറയാൻ സാധിക്കില്ല. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ അള്ളാഹു ഒരാളെ ഒരു സ്ഥലത്ത് വെച്ച് അയാളുടെ റൂഹ് പിടിക്കുന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യൻ സ്വാഭാവികമായും അങ്ങോട്ട് എത്തിപ്പെടുക തന്നെ ചെയ്യും. അവിടെ വെച്ചാണ് അത് സംഭവിക്കുക എന്നുള്ളത്. കുറെ ആളുകളെ നമ്മൾ മണ്ണിൽ നിന്ന് എടുക്കുന്നു, വേറെ കുറെ ആളുകളെ നമ്മൾ മണ്ണിലേക്ക് വെക്കുന്നു. ഇതൊരു സംഭവമാണ്. ഇവിടെ മനുഷ്യന്റെ മുമ്പിൽ ഏറെ സങ്കീർണമായി നിൽക്കുന്ന ഒരു സംഗതിയാണ് മരണമെന്ന് പറയുന്നത്. രക്ഷപ്പെടാനുള്ള ഒരുപാട് പഴുതുകൾ മനുഷ്യൻ ആലോചിച്ചു. അവസാനം വലിയ വിവരമുള്ള മനുഷ്യർ തീരുമാനിച്ചത് മരണത്തിന്റെ തൊട്ടുമുമ്പുള്ള ആ അവസരം, ആ സമയം, അതിത്രയേത്രം വേദന അനുഭവിക്കുന്ന രംഗങ്ങളാണെങ്കിലും അവിടെയൊക്കെ അവർക്ക് സമാധാനം കൊടുക്കാനുള്ള ഒരു സംഗതി മാത്രം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ്. നമ്മുടെ കേരളക്കാരുടെ ആ സ്വഭാവം ലോകത്തൊരാൾക്കുമില്ലാത്തതാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ ഈ ഒരു സാമൂഹിക ക്ഷേമ മാനുഷിക പരിഗണന വെച്ചുള്ള ഈ പ്രവർത്തനങ്ങളെ കാണാൻ വേണ്ടി, അറിയാൻ വേണ്ടി, പഠിക്കാൻ വേണ്ടി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ വരുന്നുണ്ട് എന്നാണ്. അതൊരു വലിയ കാര്യമാണ്. നമ്മൾ ചെയ്യുന്ന നമ്മുടെ മനസ്സ്, നമ്മൾ അങ്ങനെ ഒരു ചിന്തിക്കാൻ സാധിക്കുന്നു എന്നത് വലിയൊരു സംഗതിയാണ്. ഇവിടെ ഒരു കവി പറഞ്ഞ ഒരു ശകലം കൂടെ കേൾപ്പിച്ച് അവസാനിപ്പിക്കാം. ഖുലിഖ്ന ലിൽ ഹയാത്തി വലിൽ മമാത്തി വമിൻ ഹാദൈനി കുല്ലുൽ ഹാദിസാത്തി. നമ്മൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ലിൽ ഹയാത്തി വലിൽ മമാത്തി, ജീവിതത്തിനും മരണത്തിനും വേണ്ടി രണ്ട് സംഗതികൾക്കാ നമ്മൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. വമിൻ ഹാദൈനി കുല്ലുൽ ഹാദിസാത്തി, എല്ലാ അപകടങ്ങളും എല്ലാ സംഭവങ്ങളും ഉണ്ടാകുന്നത് ഈ രണ്ട് സംഗതികൾക്ക് ഇടയിലാണ് എന്ന് പറയുന്നുണ്ട്. ഇതാണ് മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. മരണത്തെ നമുക്ക് പലപ്പോഴും വെറുപ്പ് തോന്നും. മരണത്തിന്റെ വിഷയങ്ങളിൽ മരണത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികളെ സംബന്ധിച്ച് മനുഷ്യൻ എമ്പാടും ആലോചിക്കും. പക്ഷെ ഒരാൾക്കും മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല കേട്ടോ. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഇസ്നതാനി യക്റഹുമാ ഇബ്നു ആദം, രണ്ട് കാര്യങ്ങളോട് മനുഷ്യന് ഭയങ്കര വെറുപ്പാ. ഒന്ന് യക്റഹുൽ മൗത്ത്, മരണത്തോട് വലിയ വെറുപ്പാ. വൽ മൗത്ത് ഖൈറുൻ ലഹു മിനൽ ഫിത്ന. മനുഷ്യൻ ഒന്ന് ആലോചിച്ച് നോക്ക്, ഒരുപാട് ഫിത്നകളിൽ അകപ്പെട്ടുകൊണ്ട്, പരീക്ഷണങ്ങളിൽ അകപ്പെട്ടുകൊണ്ട് നീ അങ്ങനെ ജീവിച്ചു പോകുന്നതിനേക്കാൾ നല്ലത് നിനക്ക് മരിച്ചു പോകുന്നതല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വയക്റഹു ഖില്ലത്തുൽ മാൽ, പണമില്ല, കാശില്ല, കുറവാ, ഒരുപാട് സാമ്പത്തികമായ ബുദ്ധിമുട്ടാണ്, ഒന്നും ഇല്ല എന്നുള്ളവർക്കും അതും മനുഷ്യന് വലിയ ബേജാറും പേടിയും വെപ്രാളവും ഒക്കെയാണ് ആ വിഷയത്തിൽ. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വഖില്ലത്തുൽ മാൽ അഖല്ലു ലിൽ ഹിസാബ്. പണം കുറഞ്ഞ എന്താ, നല്ലതല്ലേ? പടച്ചവന്റെ അടുക്കൽ വരുമ്പോ ഹിസാബ് നേരിടേണ്ടി വരുമ്പോ, വിചാരണ നേരിടേണ്ടി വരുമ്പോ കുറച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം ചെയ്താൽ പോരെ? കുറെ മറുപടി പറയേണ്ടതില്ലല്ലോ. കുറെ സമ്പത്തുള്ള ആൾക്കാർ കുറെ ചോദ്യങ്ങൾ നേരിടുകയും ഒരുപാട് മറുപടിയും പറയുമ്പോൾ ഈ കുറച്ച് പണമുള്ള ആൾക്കാർ കുറച്ച് മാത്രം പടച്ചവനോട് ഉത്തരം പറഞ്ഞാൽ പോരെ? അതല്ലേ നല്ലത് എന്ന് ചോദിക്കുന്നുണ്ട്. ഈ നിലക്കാണ് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു അറിയാനും മനസ്സിലാക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും നമ്മെ ഓരോരുത്തരെയും റബ്ബ് തുണക്കുമാറാകട്ടെ. എല്ലാവിധ പ്രയാസങ്ങളും അള്ളാഹു നമുക്ക് ദൂരീകരിച്ച് തരുമാറാകട്ടെ.